ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രോമിലും ഗൂഗിളിലൊക്കെ കയറി നമ്മൾ ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇഷ്ടംപോലെ ഫയൽസോ വീഡിയോസോ ഫോട്ടോസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഈ വീഡിയോസോ ഫയൽസൊക്കെ നമ്മളെ ഗാലറിയിൽ വന്ന് കിടക്കുന്നില്ല. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ഗാലറിയിൽ എങ്ങനെ അത് വരുത്താമെന്നുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ ഒന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ക്രോമിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറുക. ഞാൻ ഓൾറെഡി ഒരു ലിങ്ക് ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് വച്ചിട്ടുണ്ട്. ആ ലിങ്ക് ഞാനിതാ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാനിതാ ക്രോമിൽ കയറി സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് കൊടുത്തതിന് ശേഷം ഞാനിതാ നമ്മുടെ ക്രോം ലോഡായിട്ട് വരികയാണ്. ലോഡായിട്ട് വന്നതിന് ശേഷം ഞാനിതാ താഴോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. സ്ക്രോൾ ചെയ്ത് പോയിട്ട് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഞാൻ കാണിച്ചിരുന്നതാണ്. ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഫയൽ ഇതൊരു ഫയലാണ്. അത് ഡൗൺലോഡ് ചെയ്തതാണ്. അതിനുശേഷം നമ്മളിതാ താഴെ മുകളിലൊരു 3 ഡോട്ട് ഉണ്ടാകും. 3 ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമുക്ക് വന്ന് കിടക്കും. നമ്മുടെ ഗൂഗിളിൽ ക്രോമിൽ ഡൗൺലോഡ് ചെയ്ത ഫയൽസിൽ വന്ന് കിടക്കും. പക്ഷേ ഇനി നമ്മൾ നേരെ ഫയൽസിൽ പോവുക. ഫയൽസിൽ പോയി ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഫയൽസിൽ പോവുക. ഫയൽസിൽ പോയതിന് ശേഷം നമ്മളിതാ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഫയൽസ് നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത ആ ഫയൽ നമുക്ക് ഇവിടെ കാണാനില്ല. നമ്മൾ വേറെ ഫയൽസൊക്കെ നമ്മൾ നേരത്തേക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫയൽസ് എല്ലാം നമുക്കിവിടെ ഫോട്ടോസോ ഫയൽസൊക്കെ എല്ലാം നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്. പക്ഷേ ആ ഫയൽസ് എങ്ങനെ നമുക്കിതിൽ വന്നിട്ടില്ല. ഇനി നിങ്ങൾ ഈ കാര്യം പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് ഇനി നമുക്കിത് വരാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനുശേഷം ഈ ഫയൽ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഫയൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ നമുക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. സെറ്റിങ്സ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആസ്ക് വെയർ ടു സേവ് ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ലൊക്കേഷൻ കാണിക്കും. നമ്മൾ ഡൗൺലോഡ് ലൊക്കേഷൻ ഞാൻ നേരത്തെ ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോൺ സ്റ്റോറേജിലായിരിക്കും നിങ്ങളുടെ ഫോണിലൊക്കെ കിടക്കാറുള്ളത്. പക്ഷേ അത് SD കാർഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക. അതിനുശേഷം ഞാനിത് കാണിച്ചു തരാൻ പോവാണ്. വീണ്ടും നമ്മൾ ക്രോമിലോട്ട് പോവുക. ക്രോമിലോട്ട് പോയതിന് ശേഷം ജസ്റ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമുക്കിത് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മൾ ഡൗൺലോഡ് കയറിയതിന് ശേഷം നമ്മുടെ ഫയൽസ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫയൽസിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഫയൽസ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് പോലെ ഡൗൺലോഡ്സ് എടുക്കുക. ഡൗൺലോഡ് എടുത്തതിന് ശേഷം നമ്മൾ ഫയൽസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ തന്നെ നമ്മുടെ ഫയൽസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഡോക്യുമെൻറ്റ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുത്താൽ അവിടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഫയൽസ് എല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ, ബെല്ലൈക്കൺ കൂടി വേണം. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാനുള്ള പ്രതീക്ഷയോടെ ബായ്.